അവിവാഹിതന് അപ്രാപ്യമായ കാമുകിയുടെ സാമീപ്യം പോലെ ഹൃദ്യമാണ് വിവാഹിതന് ഭാര്യയുടെ താൽക്കാലിക വിരഹം. മോളെ, ഇന്ന് ഒരേ ഒരു ദിവസത്തേക്ക് അവധി. എല്ലാ വ്രതങ്ങളും ഞാൻ ലംഘിക്കും. നീ ഒന്നും അറിയണ്ട. ഇവിടെ ആരും ഇല്ലേ? പക്ഷിശാസ്ത്രമാണ് സാർ, പക്ഷിശാസ്ത്രം. ഫലം പറയുന്ന തത്ത. ഭൂതം, ഭാവി, വർത്തമാനം. അതൊന്നും ഇവിടെ നടത്തണ്ട. എനിക്കതൊന്നും ഒരു വിശ്വാസമില്ല. അങ്ങനെ പറയരുത് സാർ. കല്യശാസ്ത്രം, രേഖാശാസ്ത്രം, രത്നശാസ്ത്രം മുതലായ 64 ശാസ്ത്രങ്ങൾ പണ്ട് ടീച്ചർമാർ കണ്ടുപിടിച്ചിട്ടുണ്ട് സാർ. അതിൽ ഏറ്റവും വലിയ സാർ പക്ഷിശാസ്ത്രം. ഇത് തെറ്റില്ല സാർ. എനിക്കിപ്പോ അറിയേണ്ടതായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി തരാമോ? സാറിന്റെ മുഖലക്ഷണം കണ്ടാൽ അറിയാം അനേകം അപകടങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത ആളാണെന്ന്. അതിപ്പോ ഏത് മനുഷ്യനാ ജീവിതത്തിൽ വിഷമങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്നത്? നിങ്ങൾ സമയം മെനക്കെടുത്താതൊന്ന് പോണം. പരുക്കൻ രീതിയിൽ സംസാരിക്കുമെങ്കിലും ഉള്ളി ശുദ്ധമാണ്. സാധുക്കളോട് അനുകമ്പയുണ്ട്. നീണ്ട മൂക്കും ഐശ്വര്യമുള്ള ആ മുഖവും അതിന്റെ ലക്ഷണമാണ്. എതിർവർഗത്തിൽപ്പെട്ട പ്രജകൾ ഏത് സമയത്തും അങ്ങയിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു കാര്യം കൂടി പറയാം. സത്യമാണെങ്കിൽ പക്ഷിയെ കൊണ്ട് ചീട്ടെടുപ്പിച്ചാൽ മതി. മൂക്ക്, കരിനീല കണ്ണുകൾ, പടിവൊത്ത ശരീരം. ഈ ലക്ഷണങ്ങളോടുകൂടിയ ഒരു പെൺകുടിയുമായി സാർ അടുപ്പത്തിലാകുകയും ഭാര്യ അതറിഞ്ഞ് കുടുംബകലഹം ഉണ്ടാക്കുകയും ചെയ്തില്ലേ? നിങ്ങൾ പറയുന്ന മാതിരി ഒരടുപ്പമോ കലഹമോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങളായിട്ടത് ഉണ്ടാക്കാതിരുന്നതാണ്. ഈ അടുപ്പം എന്ന് ഞാൻ പറഞ്ഞതേ ഒരു പരസ്പര ആകർഷണം. ഇതറിഞ്ഞ് ഭാര്യയ്ക്ക് ഒരു നീരം ശരിയല്ലേ? ഐശ്വര്യമായിട്ട് 5 രൂപ ദക്ഷിണ വയ്ക്കണം സാർ. ഭാവിധരങ്ങൾ ഒരുപാട് പറയാനുണ്ട്. എല്ലാം എന്റെ മേനക പറയും. എനിക്ക് ഇതിലൊന്നും വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ നിങ്ങളേതായാലും ഇതുവരെ വന്നില്ലേ? ഇതാ ഒരു 5 രൂപ ബാക്കിങ്ങാണ്. അയ്യോ, ദക്ഷിണ വയ്ക്കുന്നതിൽ നിന്നും ബാക്കി കൊടുത്തുകൂടാ? അതറിഞ്ഞൂടെ സാറിന്? മേനകുട്ടി ഇറങ്ങി വരൂ. ഇറങ്ങി വാടി മോളെ. ഓഹോ, മേനക എന്നാണ് പേരല്ലേ? സാക്ഷാൽ മേനകയെ പോലെ നൃത്തം ചെയ്യൂ? ഇല്ല, നൃത്തമൊന്നും ചെയ്യില്ല. അവൾ ഫലം പറയും. അതാണ് അവളുടെ ജോലി. മേനകുട്ടി ഇറങ്ങി വരൂ. കുഴപ്പമാണല്ലോ സാർ. എന്താ, എന്തുപറ്റി? രാമലക്ഷ്മണന്മാർ ഇന്ദ്രജിത്തുമായി യുദ്ധം ചെയ്ത് വീണ് കിടക്കുന്നു. സാർ സൂക്ഷിച്ചിരിക്കണം. അപകടത്തിനും അപമാനത്തിനും ഇടയുണ്ട്. ഒടിവ്, മുറിവ്, ചതവ് എന്നീ ദേഹപീഡനങ്ങൾക്കും ഫലനഷ്ടം, മാനഹാനി എന്നിവയ്ക്കും ഇടയുണ്ട്. ദൈവമേ, ചതിച്ചോ? സാരമില്ല, പേടിക്കാനൊന്നുമില്ല. ഹനുമാൻ മരുന്നുമലയുമായി ഉടനെ ഇങ്ങെത്തും. രാവണനെ കൊല്ലും. അതുകൊണ്ട് അവസാനം വിജയമായിരിക്കും. സാറിനൊരു നല്ല കാര്യം വരാൻ പോകുന്നു. പക്ഷേ ഇടയ്ക്ക് ചില കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, തടസ്സങ്ങൾ. അത് സാരമില്ല. അടുത്ത മാസം 21-ാം തീയതി കഴിഞ്ഞാൽ സാറിന് ആ കാര്യം നേടും. സാറിന്റെ കാര്യം നേടും. സാർ വലിയവനാവും. സംശയിക്കണ്ട, സാർ പേടിക്കണ്ട. ഞങ്ങൾ
ഉണ്ടല്ലോ കാര്യം വലിയ വിചാരമുണ്ട്. വിറക് തോന്നിട്ട് എത്ര കാലമായി? ഈ പറമ്പിലെ പൊട്ടും പൊടിയും ഉള്ളതുകൊണ്ട് നല്ല വിധം കഴിഞ്ഞു പോകുന്നു. ഇക്കൊല്ലത്തെ ബോണസ് ഒന്ന് കിട്ടിക്കോട്ടെ, പിന്നെ നിനക്ക് വിറക് കൈകൊണ്ട് തൊടേണ്ടി വരില്ല. ഞാൻ ഗ്യാസ് വാങ്ങിത്തരും. ഓ ഗ്യാസ്? നിങ്ങൾക്ക് ഒരു മണ്ണെണ്ണ ചവങ്ങൾ വാങ്ങിത്തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൊച്ചാക്കാതെ. വെറും 100 രൂപ. വിറക് അവിടെ വയ്ക്കൂ. അടവേ എന്താ സാറേ, ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞു വരിക. എന്റെ സ്വന്തം ആവശ്യത്തിന് കുറെ വെറുതെ ഞാൻ മാറ്റിയിട്ടിരുന്ന. സാറിന് അത്യാവശ്യമാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ തന്നേക്കാം. എന്ത് പറയുന്നത്? അത്യാവശ്യമൊന്നുമില്ല. നിങ്ങളിവിടെ കിടന്ന് വിറകെ നിലവിളിച്ചതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഇതായിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇല്ലേ? അതെ, സാറെടുത്തു. ഇത് മുഴുവൻ ചുള്ളിയാണ്. ഇത് നല്ല വിറക് ഒന്നുമില്ല. മാത്രമല്ല ഇവിടെ വിറക് കിടപ്പുണ്ട്. സാറേ, അല്ല സാറേ, നല്ല ഒന്നാം തരം തടിയാ, മാവിൻ തടി, വിളഞ്ഞു മുറ്റിയ മാവിൻ തടി. അതൊക്കെ പോട്ടെ, എന്ത് വിലയാണെങ്കിൽ കൊടുക്കും. ഒറ്റ വില. എനിക്ക് വില പേശി നിൽക്കാൻ സമയമില്ല. സാറേ, ഇതങ്ങ് മരുത്തോർ വട്ടം ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക. സാറ് തന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാട്ടെ. വിറവ് വില 75 രൂപ. എന്റെ പെമ്പറന്നവരാണ് സത്യം ഞാൻ പറയുക. വണ്ടിയൊക്കെ ആയിട്ട് 10 രൂപ, വണ്ടിക്കൂലി 15 രൂപ, ഞങ്ങൾ രണ്ടുപേരുടെ ഊണ് 10 രൂപ, പിന്നെ വെള്ളം കുടിച്ചതിന് 10 രൂപ, പിന്നെ ബീഡി കാശ് 3 രൂപ. മതി. ഇപ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ച വിലയിലും കൂടുതലായിരിക്കുന്നു. അപ്പൊ നഷ്ടം സഹിച്ചാണ് നിങ്ങളുടെ കച്ചവടം അല്ലേ? എന്ത് ചെയ്യാൻ സാറേ, നഷ്ടപ്പെട്ടാൽ കൊടുക്കുക, ജീവിച്ചു പോകണ്ടായോ? അതെ. അതുപോലെ നഷ്ടപ്പെട്ട് കൊടുക്കുക എന്നല്ലേ പറഞ്ഞത്. ഞാന് ഒരു 60 രൂപ നോക്കാം. സാർ 75 രൂപ ഞാൻ. 60 രൂപ കൂടുതൽ ഒറ്റ പൈസ തരില്ല സാറേ. 70 രൂപ ഞാൻ നാട്ടെ. 60 രൂപ. സാറേ ഒരു 65 രൂപ ഞാൻ. പറക്കിയിട്. ഇറക്കാൻ വരട്ടെ? 1 മിനിറ്റ്, ഞാൻ ഇതാ വരുന്നു. ഇറക്കിക്കോ. അതിനിടയ്ക്ക് കീറി തുടങ്ങിയ ഇവിടെ പതിവായിട്ട് കീറുന്ന ആള് വേറെ ഉണ്ട്. പേര് പാവാ സാറേ, പരാധീനക്കാരനാ. എന്തെങ്കിലും കൊടുത്താൽ മതി. ഞാനാണ് ഇവിടുത്തെ പതിവ് കീറുകാരൻ. കൊച്ചമ്മ വല്ലതും തരും, തർക്കുത്തരത്തിന് നിൽക്കാതെ വാങ്ങിച്ചോണ്ട് പോകും. സാറിന്റെ പോലെയുള്ളവർ വല്ലതും തന്നു വേണ്ടേ ഞങ്ങൾക്ക് ജീവിക്കാൻ. ഏതായാലും ഈ കീറുന്ന വിറകൊക്കെ അകത്ത് കൊണ്ടുപോയി ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കണം. എന്നാലും ആളും എടുക്കും തന്നെ. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും വിറക് വാങ്ങിയല്ലോ. ഇപ്പോഴെങ്കിലും നീ എന്റെ കഴിവ് അംഗീകരിച്ചല്ലോ, അത് മതി. വിറകെല്ലാം പിറകി അടുക്കി സാർ. எவ்வளவு
കീറിയിട്ട പറയെല്ലാം പറക്കിയെടുക്കിയവളാ ചെല്ലപ്പ. ഇവളോട് ഇനി പറക്കെടുക്കാൻ ആരാ പറഞ്ഞേ? അപ്പൊ ഇവൾക്ക് ഇനി ഇതിന് ഞാൻ കൂലി പ്രത്യേകം കൊടുക്കണം? ഓ, പിന്നെ ഓസാരത്തിനാണോ ജോലി ചെയ്യുന്നത്? ജോലി ചെയ്താലെ കൊണ്ട് ഇവന്മാരൊക്കെ കൂലി തരാനൊരു മടി. എനിക്ക് സ്വന്തമായിട്ട് കയറാനുള്ളത് ഉണ്ടായിരുന്നല്ലോ. അതുപോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം കൂലി? സാറേ, വിറക് കീറിയിട്ടതിന് എനിക്കൊരു 25 രൂപയും പിറക്കി അടിക്കിയതിന് അവക്കൊരു 15 രൂപയും, മൊത്തം 40 രൂപ ഞാൻ തരാം. 40 രൂപയോ? സാധാരണ ഒരു വണ്ടി വിറക് കയറുന്നതിന് ഇവിടെ 10 രൂപയാണ് കൊടുക്കുന്നത്. ഞാൻ ഒരു 10 രൂപ തന്നെ തരും. നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുക, വീതിച്ചെടുക്കുക, നിങ്ങൾ ഇഷ്ടം പോലെ അയക്കും. ഒറ്റ കാശ് പറഞ്ഞാൽ വേലയും ചെല്ലമേ വാങ്ങത്തില്ല. തരുന്നതല്ലയോ? ഇപ്പൊ അറിയണം. തൊഴിലാളികളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, കേട്ടില്ല? എടോ, ഇതെന്ത് ന്യായമാക്കാൻ ഈ പറയുന്നേ? 3/4 മണിക്കൂറത്തെ ജോലി. ഞാനും ഒരു തൊഴിലാളിയാ, സർക്കാരിന്റെ തൊഴിലാളി. ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് എനിക്ക് കിട്ടുന്ന 50 രൂപയാ. ഇതാകെ 3/4 മണിക്കൂർ ജോലിക്ക് 40 രൂപയോ? ഇതെവിടുത്തെ ന്യായമാ? ഞാൻ 10 രൂപ തരും, അതിൽ കൂടുതൽ ഒറ്റ പൈസ ഞാൻ തരില്ല. ആഹാ, ഇങ്ങേരടുത്ത് വാങ്ങാവുന്നത് നോക്കണമല്ലോ. എടി ചെല്ലമ്മേ, ഇയാൾ കടന്നു കളയാൻ നോക്കണം. ഞാനിപ്പോ വന്നേക്കാം. നിന്നോട് ആരോ പറഞ്ഞു അകത്ത് കയറി വരാൻ? നിങ്ങളെന്നെ വിശ്വസിക്കാൻ തുള്ളിയാരാ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ? പുറത്തൂടെ എങ്ങനെ ഇറങ്ങിപ്പോയിക്കണമെങ്കിലോ? നീ ദയവായിട്ടൊന്ന് പുറത്തിറങ്ങി നിൽക്ക്, ഞാൻ അങ്ങ് വരാം. വേണ്ട, ഞാനിവിടെ എങ്ങാനൊന്ന് ഇരുന്നേക്കാം. നല്ല കാറ്റ്. ചെല്ലമ്മേ, നീ 15 രൂപയല്ലേ ചോദിച്ചത്? അത് ന്യായം തന്നെയാ, ഞാൻ അതങ്ങ് തന്നേക്കാം. എങ്കിലൊരു കാര്യം ചെയ്യും, എന്റെ 15 വേലിന്റെ 25, 40 രൂപയായിട്ട് തന്നേക്കും. 40 രൂപയോ? അപ്പൊ വേറെ ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യും? അത് പിന്നെ ഞാൻ കൊടുക്കത്തില്ലയോ? പിന്നെ അയാൾ ഇങ്ങോട്ട് വരത്തുമില്ല, ചോദിക്കത്തുമില്ല. ഇതൊന്ന് നേരത്തെ തന്നാ പോരായിരുന്നോ? എന്നാ ഞാൻ വരട്ടെ സാർ. വീട്ടുകാരി ഇവിടെ ഇല്ല, നിങ്ങൾ നാളെ വരും. അത് മനസ്സിലായി.
സൂചനയാണ് സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഭാവം മാറും. പുല്ലാളേ പുല്ലാളേ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമേ, തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം. കൊടുക്കാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. കൂലി എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു. ചോദിച്ച കൂലി തന്നെ കൊടുത്തു. ദേ ഈ കിടക്കുന്ന വിറവ് കണ്ടോ? ഇത് കീറിയതിനാ 40 രൂപ. അത് അവളുടെ കൊടുത്ത് അയക്കുകയും ചെയ്തു. മണിക്കൂർ എത്രയായി? യാദവൽ തന്റെ ചെല്ലമ്മ. ചെല്ലമ്മേ? യാത് ചെല്ലമ്മ? എനിക്കറിഞ്ഞൂടെ അങ്ങനെ ഒരാളെ. എടോ, താൻ വിറവ് പറക്കാൻ നിർത്തിയോൾ എന്റെ അടുത്ത് സത്യാഗ്രഹത്തിന് നിർത്തിയോൾ. എന്താടോ, ഞാൻ കോത്താഴത്തുകാരനോ? ഏതാണ് ഈ ചെല്ലമ്മ? അവൾ ഏതോ ഒരുത്തി, എനിക്കറിഞ്ഞൂടാ. ഇവിടെ പതിവായി വിറക് പറക്കി എടുക്കുന്നവളാണെന്ന് പറഞ്ഞു. എനിക്കെന്റെ കൂലി കിട്ടണം. നിങ്ങളിങ്ങോട്ട് തോന്നി. ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ കിടക്കുന്ന വിറവുണ്ട് കണ്ടല്ലോ. ഇത് 65 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഒരല്പം ലാഭത്തിന് കിട്ടി എന്നേ ഉള്ളൂ. 65 രൂപയോ? എന്റെ ദൈവം തമ്പുരാനെ. എന്താ സാറേ, ഇത് 35 രൂപയ്ക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞ് പറയാ. അത് വേറെ വിറകായിരിക്കും. ഇത് മരുത്വാർ വട്ടത്തുനിന്ന് കൈവണ്ടിയിൽ അവർ കൊണ്ടുവന്നു. അയാൾ പറഞ്ഞു. അയ്യോ അല്ല സാറേ, ഇത് ആ പാലത്തിന്റെ കീഴെ കിടന്ന് പറയാ. അതവര് കൊണ്ടുപോയി കുറേശ്ശെ വിൽക്കുക. അല്ലേലും സാറൊരു മണ്ടനാണെന്നവർക്ക് മനസ്സിലായി കാണും. വാ പോ. ദയനീയമായി പറ്റിച്ചിരിക്കുന്നു. ഇതെന്നെ പറ്റിച്ചത് തന്നെയായിരുന്നു. കഥ കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ശ്രീ വേലുവിനുള്ള കുടിശ്ശിക ശമ്പളം, ബോണസ്, ഇവ രണ്ടും ഇപ്പൊ കൊടുക്കണം. ബോണസ്? അതെ, ബോണസ്. അതായത് പിടിച്ചു നിർത്തിയിട്ടുള്ള ശമ്പളം. ഈ തൊഴിലാളി വളരെ നാളുകളായി ഇവിടെ വിറകൂട്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതിന് പിടിച്ചു വെച്ചത്. എടോ, മനുഷ്യ പിടിച്ചു വെച്ചത് എന്നെയാ. ഇയാളും ആ പമ്പർന്നവരും കൂടെ. ആ വെറു വണ്ടിയുടെ പിറകെ ഇയാൾ ഒരു കോടാലിയും തൂക്കി വന്നു. കുടുംബത്തിൽ പട്ടിണിയാണ്, പ്രാരബ്ധമാണ്, ജീവിക്കാൻ നിവർത്തിയില്ല. വെറുതെ കീറിക്കോട്ടെന്ന് ചോദിച്ചു കീറിക്കൊള്ളാൻ പറഞ്ഞു. അതിനുള്ള കൂലിയും കൊടുത്തു. എന്നിട്ട് ഇപ്പൊ പിടിച്ചു വെച്ച ശമ്പളം, ബോണസ്, പിന്നെ ഒന്നും വേണ്ടേ? ഇതെന്താന്ന് വെള്ളരിക്കപ്പെടണോ? അപ്പോൾ ഇയാളുടെ സർവീസ് ഇനി ആവശ്യമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ചാവുമ്പോ വെറുതെ കീറാൻ മറ്റാരെയും കിട്ടിയില്ലെങ്കിലേ ഇയാളെ വിളിക്കൂ. അപ്പോ ഗ്രാറ്റുവിറ്റിയും കിട്ടണം. ഓഹോ, അത്രയും കൊണ്ടങ്ങ് നിർത്തുകയാണോ? നിങ്ങൾ ഫാക്ടറീസ് ആൻഡ് ലേബർ മാനുവൽ വായിച്ചിട്ടുണ്ടോ? മാതൃഭൂതത്തിന്റെ. ഞാൻ മാതൃഭൂതത്തിനെ അറിയില്ല, പിതൃഭൂതത്തിനെ അറിയില്ല. റാവുവിന്റെയും സേത്തിയുടെയും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് നിയമം നോക്കിയിട്ടുണ്ടോ? താൻ കുറ്റിച്ച കുഞ്ഞാദിച്ചപ്പിള്ളയുടെ മല്ലമ്പിള്ള ആന കൊന്ന പാട്ട് വായിച്ചിട്ടുണ്ടോ? വായിക്കണം. സഖാവ് വേലുവിന്റെ കുടിശ്ശിക ശമ്പളവും ബോണസും ഗ്രാറ്റുവിറ്റിയും കിട്ടുന്നത് വരെ ഞങ്ങളിവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ പോവുകയാണ്. ജീവൻ കൊടുത്തും സമരം ചെയ്യും. തോറ്റിട്ടില്ല, 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 തോറ്റിട്ടില്ല. തോറ്റ ചരിത്രം ഞങ്ങൾക്കില്ല. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു, അതാ നല്ലത്. നിങ്ങൾ ഈ കിടക്കുന്ന വിറകുണ്ടോ? ഇത് ഇത്രയും കീറാൻ കീറിയത് എങ്ങനെയാന്നുള്ളത് കണ്ടാ അറിയാം. എത്ര രൂപ കൊടുക്കണം? ഇതൊരു 10 രൂപ കൊടുക്കണം. 10 രൂപ കൊടുത്താൽ മതിയല്ലോ. എന്നാലേ ഞാനൊരു 20 രൂപ തന്നേക്കാം. നിങ്ങൾ തന്നെ അവരെ ഒന്ന് പറഞ്ഞു വിട്ടേക്ക്. അയ്യോ, അതിനൊന്നും ഞാൻ ഇല്ലേ. എന്നാ പിന്നെ അവര് നാളെ എന്റെ വീട്ടിലായിരിക്കും സത്യാഗ്രഹം. ഞാൻ പോവാ. ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വരണം. ഞാനൊരു ഒത്തുതീർപ്പിന് ശ്രമിക്കാം. ഒത്തുതീർപ്പം? എന്തോന്ന് ഒത്തുതീർപ്പ്? അങ്ങനല്ല, ഈ അലങ്കോലമൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും നമുക്കതങ്ങ് തീർക്കാം. ചേട്ടാ, ഇതൊരു പാർട്ടി പ്രശ്നമായി തീർന്നുപോയി. ഇനി ഞങ്ങൾ ഇയാളുടെ പ്രശ്നം ഉന്നയിക്കാതിരിക്കുന്നു എന്ന് വയ്ക്കുക. ഞങ്ങളുടെ എതിർ പാർട്ടിക്കാരായ കപ്പ്, റെപ്പ് തുടങ്ങിയവർ ഇയാളെ തപ്പിക്കൊണ്ടുപോകും. കപ്സ, റെപ്സ, അതൊക്കെ എന്താ? കസ്പ് എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സോഷ്യലിസ്റ്റ് പാർട്ടി, റെപ്പ് എന്ന് വെച്ചാൽ റോയൽ സോഷ്യലിസ്റ്റ് പാർട്ടി. ഓഹോ, അത് ശരി.
അപ്പൊ നിങ്ങള് ഇതിനകത്ത് ഏതിനകത്താ? ഞങ്ങള് പഫ്. പപ്സ് അതൊരുമാതിരി തിന്നുന്ന സാധനമല്ലേ? തനിക്ക് വിവരമില്ലല്ലേ? പഫ് എന്ന് വെച്ചാൽ പ്രോഗ്രസീവ് സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പൊ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, ഞാൻ അവര് വരുമ്പോ ഉള്ള കാര്യം തുറന്നു പറയും. അങ്ങനെ തീർച്ചപ്പെടുത്തരുത്. വാവിനേക്കാൾ കഷ്ടമാണ് 10,000. അവരുടെ ഡിമാൻഡ് ഞങ്ങളുടെ ഇരട്ടിയായിരിക്കും. അതിപ്പോ ഞാനെന്ത് വേണം? അവര് ചോദിച്ച 40 രൂപ ഞാൻ ആ ബമ്പറിന് അവിടെ കൊടുത്തു കഴിഞ്ഞല്ലേ? അതവളുടെ ബോണസായി വഹിച്ചിരിക്കും. ബോണസ് തന്നേ തീരൂ, തന്നേ തീരൂ, അവകാശങ്ങൾ തന്നേ തീരൂ, സ്തംഭിപ്പിക്കും, സ്തംഭിപ്പിക്കും, അടുക്കള ഞങ്ങൾ സ്തംഭിപ്പിക്കും. ഒടിവ്, മുറിവ്, ചതവ് എന്നീ ദേഹപീഡനങ്ങൾക്കും ധനനഷ്ടം, മാനഹാനി എന്നിവയ്ക്കും ഇടയുണ്ട്. ഞാൻ എന്ത് വേണം പറ. സാറേ, ശ്രീമാൻ വേലുവിന്റെ കുടിശ്ശിക ശമ്പളത്തിന് 25 രൂപ, ബോണസ് ഇനത്തിൽ ഒരു 30 രൂപ, ഗ്രാറ്റുവിറ്റി ഇനത്തിൽ ഒരു 30 രൂപ, പിന്നെ ഞങ്ങളുടെ സമര ഫണ്ടിലേക്ക് ഒരു 15 രൂപ, മൊത്തം 100 രൂപ. പ്രശ്നം വെക്കാം. 100 രൂപയോ? ആ, സാരമില്ല, പേടിക്കാനൊന്നുമില്ല. ഹനുമാൻ മരുന്നുമലയുമായി ഉടനെ ഇങ്ങെത്തും. രാവണനെ കൊല്ലും. അതുകൊണ്ട് അവസാനം വിജയമായിരിക്കും. അതൊക്കെ പറയാം. രൂപയുണ്ടോ നിന്റെ കയ്യിൽ? ഒരു 100 രൂപ എടുക്കാൻ. ഉണ്ട്. അമ്മ കുട്ടികൾക്ക് കൊടുക്കുവാങ്ങുന്നത് 150 രൂപയുണ്ട്. എന്നാ ഒരു 100 രൂപ ഇങ്ങോട്ട് എടുക്ക്. അമ്പത്, 70, 80, 90, 95, 97, 100. എല്ലാം ഉണ്ട്. ഇതാ 10 രൂപ. അപ്പൊ പിന്നെ ബാക്കി സമര ഫണ്ടിലേക്ക്. പിന്നെ ഇത് പറ്റിയല്ലോ കേട്ടോ. സമരം വരെ മാത്രമേ പറഞ്ഞോളൂ. ഇപ്പൊ സത്യാഗ്രഹം വരെ ഞങ്ങളുടെ റേറ്റ് കൂടും. അത് ഇന്ന് മാത്രം മതിയോ? നാളെയും വേണ്ടേ? ഇന്നലെ ഞാൻ തന്നില്ലേ? നാളെ അഡ്ജസ്റ്റ് ചെയ്യാം. നേടിയെടുത്ത്
അവകാശങ്ങൾ നേടിയെടുത്ത് പൂട്ടിച്ചേനെ പൂട്ടിച്ചേനെ അടുക്കള ഞങ്ങള് പൂട്ടിച്ചേനെ ഇൻക്വിലാബ് സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് നേതാവേ നേതാവേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ എന്തായിരുന്നു ഇവിടെ ഒരു പോകില്? നിനക്ക് പക്ഷിശാസ്ത്രത്തിൽ വിശ്വാസമുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ? എന്നാൽ ഈ ലോകത്ത് വിശ്വസിക്കാവുന്ന ഒരേ ഒരു ശാസ്ത്രമുണ്ടെങ്കിൽ അതാണ് പക്ഷിശാസ്ത്രം. ഇന്ദ്രജിത്തിന്റെ വെട്ടേറ്റ രാമനെ പോലെ ഞാൻ ഇവിടെ കിടന്ന് പിഴയുകയായിരുന്നു. അവസാനം മരുന്നുമലയുമായി വന്ന് എന്നെ രക്ഷിച്ച സാക്ഷാൽ ഹനുമാനാണ്.